നമ്മളിപ്പം കെൻസിയിൽ നിന്ന് നേരെ പോകുന്നത് ടൗൺസ്വില്ലോട്ടാണ്. ബൈ റോഡാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 4-4 മണിക്കൂർ യാത്രയുണ്ട്. ഒരു 290 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ഈ പോകുന്ന സമയത്ത് നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഇതുപോലെ കൃഷിയിടങ്ങൾ ഇഷ്ടം പോലെ കാണാം. ഈ കാണുന്നതൊക്കെ കരിമ്പുന്തോട്ടമാണ്. ഏക്കർ കണക്കിനാണ് ഇങ്ങനെയുള്ളത്. ഇതുപോലെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഇരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ വാഴത്തോട്ടങ്ങൾ ഇതും ഏക്കർ കണക്കിനുണ്ട്. ഇതുവഴി പോകുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീലിങ്സാണ് വരുന്നത്. ഇഷ്ടം പോലെ കൃഷിയിടങ്ങളാണ്. ഇതിലെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിലെ ഒരു ഫീലിങ്സാണ് വരുന്നത്. അതുപോലെ തന്നെ മാങ്ങ, ഇപ്പോൾ ഒരു മാങ്ങയുടെയൊക്കെ സീസണാണ്. മാവൊക്കെ പൂത്ത് നല്ല സെറ്റായി നിൽക്കുക. ഇപ്പം അവിടെ ഞങ്ങൾ നേരെ ചെയ്യുന്നത് ബിലാബോങ് സാങ്ച്വറി ടൗൺസ്വില്ലിലുള്ളത്. ഓസ്ട്രേലിയയിലെ നല്ല ഏറ്റവും ബെസ്റ്റ് ഇൻറ്ററാക്റ്റീവ് വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് കസവാരയുടെ ഫീഡിങ് ടൈമായിരുന്നു. ഈ കസവാരി എന്ന് പറയുന്നത് എമുവും ഓസ്ട്രിച്ചും ഒക്കെ പോലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ഒരു ബേർഡാണ്. അടുത്ത് ഞങ്ങൾ ചെന്നത് ടോട്ടോയ്സ് പാർക്കിലോട്ടാണ്. അവിടെ അതിനെ ഫീഡ് ചെയ്യുന്നൊരു ടൈമായിരുന്നു. ഇഷ്ടംപോലെ ആമകളെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അതിനുശേഷം നമ്മൾ ചെന്നപ്പെട്ടത് അടിപൊളി ഒരു സ്ഥലത്ത്. ഏതൊക്കെ ക്ഷുദ്രജീവികളെ തൊടലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെയൊക്കെ തൊടാനും പിടിക്കാനും തലോടാനും ഒക്കെ ഉള്ളൊരു അവസരമായിരുന്നു ഇത്. അവരതിനെ മാക്സിമം മുതലാക്കി എല്ലാത്തിനെയും പിടിക്കുകയും തൊടുകയൊക്കെ ചെയ്തു. ആ കൂട്ടത്തിൽ നമുക്കും പിടിക്കാം. പിള്ളേരെയും കൊണ്ടൊക്കെ പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് വേണം നമുക്ക് ഇതെല്ലാം കണ്ടു തീർക്കാം. പക്ഷേ ഓരോ ഇതിനും ഷോർട്ട് ടൈമുണ്ട്. അതനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കവർ ചെയ്യാൻ പറ്റും. കങ്കാരുവിൻ്റെയൊക്കെ ഒരു സമയമേ അതിനെ കിടത്തി പരിപാലിക്കാൻ വരെ ആൾക്കാരാണ്. അതിനുശേഷം രാവിലെ തന്നെ നമ്മൾ ടൗൺസ്വില്ലിനോട് വിട പറഞ്ഞിട്ട് കെയ്ൻസിലോട് തിരിച്ചു പോവുകയാണ്. ആ പോകുന്ന വഴിയിലാണ് ഇവിടെയാണ് കാർഡ്വെൽ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ക്രാബും കൊണ്ട് പല ഡിഷസ് കിട്ടും. സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനെ പല ടൈപ്പുണ്ട്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ നിന്നപ്പോഴാണ് ദൂരെ അങ്ങ് വേണ്ട ഒരു വാർഫ്. മീൻപിടുത്തം നമ്മുടെ എന്നോ ഒരു ലഹരി ആയതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പിടിച്ചു വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടിപൊളി വാർണിംഗ് സൈനൊക്കെ. ഇതുവരെ നമ്മളിവിടെ കണ്ടിട്ടില്ല. വേറെ ഒന്നുമല്ല, മുതലേ കൊണ്ട് സൂക്ഷിക്കുക. ഇത് ഓസ്ട്രേലിയ മാത്രം കാണാൻ പറ്റും. നമുക്ക് ന്യൂസിലാൻഡിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇതുവരെ. അടിപൊളി. നമ്മുടെ ഇവിടുത്തെ നോർത്ത് ഷോറിൻ്റെ ഒരു സെറ്റപ്പൊക്കെ നല്ല അടിപൊളി സണ്ണി ഡേ ആണ്. എടുക്കുക. എന്നാൽ പിന്നെ അവിടെ പോയി കുറച്ച് പേരെ കണ്ട് മീനൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് നേരെ വാർഫിലോട്ട് വിട്ടു. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും പോയി. അവിടെ ഇന്നലെ അമ്മച്ചോട് കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു. ഇതൊക്കെ മീൻ കിട്ടും എന്നുള്ളതൊക്കെ. അവർക്കൊന്നും ഇതുവരെ കിട്ടിയില്ല. ഈ ഒരു അപ്പച്ചന് മാത്രമേ മീൻ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് അപ്പച്ചൻ എടുത്തോട്ട് നേരെ വിട്ടു. പക്ഷേ അപ്പച്ചൻ ഓൾറെഡി അതിനെ ക്ലീൻ ചെയ്ത് ഫില്ലറ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ അപ്പച്ചനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഇവിടെ ഷാർക്കും ക്രൊക്കഡൈലും ഒക്കെ സാധാരണമാണെന്നാണ് പുള്ളി പറയുന്നത്. You got to be unlucky. They're not as bad as people make out. Okay. Sort of like the great white sharks down there. We're scared to death of them. Us northerners. പൊതുവെ പറയുന്ന ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ ചില റഫാണ്. പക്ഷേ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ഞങ്ങളുടെ വൈബ് ഒന്നായതുകൊണ്ട് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് നല്ലപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് വിഷ് ചെയ്തിട്ട് പുള്ളിക്കാരൻ നേരെ പോയി. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കെയ്ൻസിലെത്തി. ഇവിടെ പൊതുവെ ഇച്ചിരി ചൂടാണ്. യാത്രയുടെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ജോർജ് സാറിൻ്റെ സ്വിമ്മിംഗ് പൂളിനകത്തോട്ട് അങ്ങ് ഇറങ്ങി. അവിടെ വന്നപ്പോഴും പിള്ളേർക്ക് നല്ല എൻജോയ്മെൻറ്റായി. അവർ വെള്ളത്തിലിറങ്ങി അവരെ ടേക്ക് കെയർ ചെയ്യാൻ ഞങ്ങളുടെ നിലയുണ്ട്. അതിനുശേഷം വൈകിട്ട് ഞങ്ങൾ കെയ്ൻസ് കാണാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങി. ആ സമയത്ത് ഞങ്ങളുടെ പബ്ലിക് സ്റ്റേഡിയത്തിലൊരു കൺസേർട്ട് നടക്കുന്നു. ഫ്രീ ആണ്, നമുക്ക് ടിക്കറ്റൊന്നും വേണ്ട, അവിടെ നിന്ന് കാണാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. എല്ലാവരും ഈവനിങ് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ.
അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കുറാണ്ട റെയിൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. സ്കൈൽ റെയിൽ ത്രൂ ആണ് പോകുന്നത്. ഈ കാണുന്നതാണ് ബാരൻ ഫോൾസ്. മഴയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വലിയ വെള്ളച്ചാട്ടം ഇല്ലാത്ത, അല്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് കുറാണ്ട വില്ലേജിലോട്ടാണ്. ഈ കാണുന്ന മാർക്കറ്റാണ് അവിടുത്തെ. കുറാണ്ട കോല പാർക്കുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട്, അതിനെ ഫീഡ് ചെയ്യാം. പിള്ളേർക്കൊക്കെ നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റും അവിടെയും. അതിനുശേഷം നമ്മൾ നേരെ പോയത് ബേർഡ് പാർക്കിലോട്ടാണ്. അവിടെ ഇഷ്ടംപോലെ ബേർഡുകളുണ്ട്, അതിനെ നമുക്ക് ഫീഡ് ചെയ്യാം. അവിടെ വരുന്നവരെല്ലാം ബേർഡിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈതനും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈതൻ ഒരു ബേർഡ് നല്ലൊരു കടിയും കൊടുത്തു. അതോടുകൂടി അവൻ്റെ ബേർഡ് ഫീഡ് ചെയ്യാനുള്ള ആഗ്രഹം തീർന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബട്ടർഫ്ലൈ പാർക്കിലോട്ടാണ്. അവിടെ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് ഉണ്ട്, പലതരത്തിലുള്ള. അവിടെ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വന്നത് റെയിൽ ത്രൂ ആണ്. നമ്മൾ തിരിച്ച് വരുമ്പോഴും ബാരൻ ഫോൾസിനടുത്ത് വരുമ്പോൾ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. അവിടെ നമുക്ക് എല്ലാവർക്കും ഇറങ്ങി നിന്ന് കാണുകയും പിക്ചർ എടുക്കുകയൊക്കെ ചെയ്യാം. നല്ല വലിയൊരു ട്രെയിനാണ്. നമ്മൾ പോയത് സ്കൈ റെയിൽ ത്രൂ ആണ്, തിരിച്ചു വന്നത് ട്രെയിൻ വഴി. അതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള വ്യൂസും സീനിക് വ്യൂസും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിനുശേഷം നമ്മൾ എത്തിയത് റസ്റ്റീസ് മാർക്കറ്റിലോട്ടാണ്. ഇത് ഇവിടുത്തെ കെയ്ൻസിലെ ഒരു ഫേമസ് മാർക്കറ്റാണ്. ആഴ്ചയിൽ 3 ദിവസമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ ഫ്രൂട്ട്സും ഇവിടെ കിട്ടും. കെയ്ൻസ് വരുവാണെങ്കിൽ ഇവിടം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇല്ല. എല്ലാ സാധനവും ഉണ്ട്. ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ, ചക്ക, ഏത്തയ്ക്ക, മാങ്ങ, എല്ലാ സാധനവും ഉണ്ട്. കപ്പ, കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്. എല്ലാത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. ഏതായാലും നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. നമ്മുടെ ചാട്ട വല്ലതും ഉണ്ടോ? ആ, കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചോണ്ട് വെച്ചു. ആയുണ്ടല്ലോ ചേന. മതിയാ വേണ്ടേടാ. കുറച്ച് തേങ്ങയൊക്കെ ഇതിനെ കണ്ടോ, കരിമ്പ് അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ മെയിൻ സാധനം. അവിടെ ആ ഹാ ഹാ ആ. ഓ, ഇന്ന് ആദ്യത്തെ ദിവസം വേണ്ട, രണ്ടാമത്തെ. ഇതെന്താ
ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളി കാണുമെന്ന് പറയുന്നതിനോട് ഞങ്ങൾ ചെന്നപ്പം തേണ്ട ഇവിടെ ഒരു കെയ്ൻസിൽ തട്ടുകട, അടിപൊളി. എന്നാൽ പിന്നെ അവിടെ കയറി കഴിച്ചേക്കാന്ന് ഞങ്ങൾ കയറി. അവിടെ കയറി പൊറോട്ടയും മീൻ കറിയും പല ടൈപ്പിലുള്ള സാധനങ്ങൾ ഡിഷസ് അതിൽ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. കെയ്ൻസി വന്നിട്ട് ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചില്ലെന്ന് പറയുന്നത് മോശമല്ലയോ? അതിൽ നല്ല അടിപൊളി ഒരു വിറ്റമിൻ്റെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.